കൂൺ കൃഷി ചെയ്യാൻ വേണ്ടി നമ്മൾ 1 കിലോ പെല്ലറ്റ് ആണെങ്കിൽ 1.5 ലിറ്റർ വെള്ളം നന്നായി തിളപ്പിച്ച് പെല്ലറ്റിലേക്ക് ഒഴിക്കണം. അത് നമ്മൾ 2 കിലോ പെല്ലറ്റ് ആണെങ്കിൽ 3 ലിറ്റർ വെള്ളം തിളപ്പിച്ച് ഒരു മുഴുത്ത ചെരുവത്തിലേക്ക് നമ്മൾ ഒഴിച്ചു വെക്കണം. തലേ ദിവസം രാത്രി തിളപ്പിച്ചൊഴിച്ചാൽ പിറ്റേ ദിവസം അവർ നന്നായിട്ട് തണുക്കും. നന്നായി തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ഒന്ന് ഇളക്കി നോക്കിയാൽ പുട്ടുപൊടി നനയ്ക്കുന്ന രീതിയിലുള്ള നനവായിരിക്കും. നന്നായി തണുക്കണം. മിനിമം 8 മണിക്കൂറെങ്കിലും അപ്പോൾ ഈ രാത്രി വെക്കുകയാണെങ്കിൽ നേരം വെളുക്കുമ്പോൾ നല്ല കണക്കായിട്ടിരിക്കും. അത് നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിൻ്റെ മൂട് കെട്ടിയിട്ട് നമ്മൾ മറിച്ചെടുക്കണം. അപ്പം നല്ല റൗണ്ട് വരും. അതിനകത്തേക്ക് നമ്മൾ ഈ പെല്ലറ്റ് നിരത്തിയിടണം. കുറേശ്ശെ ഓരോ ലെയറായിട്ട് നിരത്തിയിട്ടിട്ട് അതിൻ്റെ മേളിലാണ് നമ്മൾ ഈ വിത്ത് പൊട്ടിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഇടാൻ. എല്ലാവരും ഒരുപോലെ ഇരിക്കണം. കാരണം അത് വിത്തിൻ്റെ മൈസീലിയൊക്കെ വന്ന് നിൽക്കുന്നത് നന്നായിട്ട് ഒരേ ലെവലിലായിരിക്കണം. അത് നമ്മൾ അങ്ങനെ ലെയറായിട്ടിട്ട് ആ കവറിൻ്റെ ഒരു 1/4 ഭാഗം ആകുന്നവരെ അങ്ങനെ ഇടണം. എന്നിട്ട് അതിൻ്റെ മേൽവശവും കെട്ടണം. കെട്ടിയിട്ട് നമ്മൾ ആ സൈഡിലൂടെ ഒരു 10-20 ദ്വാരം ഇട്ട് കൊടുക്കണം. ചെറുത് ഒരു സൂചി ഉണ്ടോ പിന്നുണ്ടോ എന്തെങ്കിലും ആയിട്ട് നമ്മൾ ദ്വാരം ഇട്ട് കൊടുക്കണം, ചെറിയ ദ്വാരങ്ങൾ. എന്നിട്ട് അത് കെട്ടിവെച്ച് നമ്മൾ ഒരു 15 ദിവസത്തോളം അത് അനക്കാതെ എവിടെയെങ്കിലും ഒരു ഇച്ചിരി ഇരുട്ട് കിട്ടുന്ന സ്ഥലം നോക്കി വെക്കുക. അപ്പോൾ തട്ടിനടിയിലൊക്കെ ആണെങ്കിലും വെക്കാം. എന്നിട്ട് നമ്മളൊരു തുണി ഇട്ടങ്ങ് മൂടിയേക്കണം. മൂടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ലേശം ഇരുട്ട് കിട്ടിയാൽ മതി. എപ്പോഴും ഇങ്ങനെ തുറന്നിട്ട് നമ്മൾ കയറി നടന്ന് ചീത്ത ആയിട്ട് നടക്കുന്ന സ്ഥലമാകരുത്. വൃത്തിയുള്ള സ്ഥലത്ത് നമ്മൾ ഡെറ്റോളൊക്കെ ഒഴിച്ച് തൂത്തിട്ട് വേണം വെക്കാൻ. അങ്ങനെ വെച്ച് 15 ദിവസത്തേക്ക് നമ്മളൊന്നും ചെയ്യണ്ട. 15 ദിവസം കഴിയുമ്പോൾ നമ്മളത് നോക്കുമ്പോൾ നിറച്ച് മൈസീലൊക്കെ വന്നിരിക്കുന്നതാണ്. അന്നേരം പതിയെ ഒന്ന് സൈഡിൽ നിന്ന് പൊട്ടിച്ചു കൊടുക്കണം. 2-3 സ്ഥലത്ത് ഇങ്ങനെ പതിയെ ഒന്ന് കീറി വിട്ടുവിട്ട് നമ്മളതൊന്ന് കെട്ടിത്തൂക്കിയിടുക. എന്നിട്ട് നനവ് കുറവെന്ന് തോന്നിയ ഇച്ചിരി വെള്ളം ഒഴിക്കുക. വെള്ളം തളിച്ചു കൊടുക്കണം കേട്ടോ, അധികം വെള്ളം ഒഴിക്കരുത്. അങ്ങനെയാണ് നമ്മൾ ആ തളിച്ചു കൊടുക്കുന്ന വെള്ളം. അന്നത്തെ ദിവസം പൊട്ടിക്കുന്ന ദിവസം വെള്ളം ഒഴിക്കണമെന്നില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് ഒഴിച്ചാലും മതി. അത് കാലാവസ്ഥ പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ വെള്ളം പതിയെ തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3 ദിവസമോടെ കഴിയുമ്പോൾ പതിയെ ചെറിയ മുട്ട് പോലെ വരാൻ തുടങ്ങും. അത് മൊത്തം 21-ാം പൊക്കം നമുക്ക് കൂണുണ്ടാവും. അത് ചില വിത്താണെങ്കിൽ 18 ദിവസം ആകുമ്പോൾ, നമ്മുടെ ഈ പിങ്ക് കളർ കൂണാണെങ്കിൽ 18-ാം പൊക്കം ഉണ്ടാവും. അങ്ങനെ ഉണ്ടായ കൂണും എനിക്കുണ്ട്. അങ്ങനെ നമുക്ക് വീട്ടിൽ ഇരുന്നാലും ഇങ്ങനെയൊരു കൂൺ കൃഷിയിലൂടെ നമുക്ക് ചെറിയ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. കച്ചിയിൽ കൂൺ കൃഷി ചെയ്യുന്നതിന് കഴിഞ്ഞാൽ എളുപ്പമാണ് പെല്ലറ്റിൽ ചെയ്യുന്നത്. കച്ചിയാണെങ്കിൽ നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് പിറ്റേ ദിവസം അത് തിളപ്പിച്ച് ആവി കയറ്റണം. ആവി കയറ്റിയിട്ട് കച്ചി തോരാനിട്ട് ഇത് വെള്ളമൊക്കെ വലിഞ്ഞ് തണുത്തതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിലെളുപ്പമുണ്ട്. ഇത് കച്ചിക്കകത്തിട്ടൊരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്.